ഓക്കെ, നമ്മൾ വെക്റ്റർ ആൻഡ് മെട്രിക്സ് എന്ന് പറയുന്ന യൂണിറ്റാണ് നോക്കുന്നത്. അതിൽ ആദ്യം ഡിഫൈൻ ചെയ്തേക്കുന്നത് വെക്റ്റർ എന്താണെന്നാണ്. നമ്മൾ കുഞ്ഞിലെ മുതൽ പഠിക്കുന്നതാണ്. വെക്റ്റർ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റീസ് വിത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ കാൾഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിളാണ് ഫോഴ്സും ആക്സിലറേഷനും. അതായത് ഇവിടെ എ എന്ന് പറയുന്നൊരു വെക്റ്റർ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് എക്സ് വൈ ഇസഡ് ആക്സിസിൽ, അതായത് എക്സ് വൈ ഇസഡ് ആക്സിസിലേക്ക് നമുക്ക് കമ്പോണൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ, ദാറ്റ് ഈസ് വെക്റ്റർ എ ഈക്വൽ ടു A1 i k പ്ലസ് A2 j k പ്ലസ് A3 k k, അങ്ങനെയുള്ള എഴുതാൻ പറ്റുമെങ്കിൽ സച്ച് ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഇനി വെക്റ്റർ ക്വാണ്ടിറ്റീസിലേക്ക് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ലോസാണ് ട്രയാങ്കുലർ ലോ ആൻഡ് പാരലലോഗ്രാം ലോ. എന്താണ് ഇത് രണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട്. ആ താഴത്തെ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന ആ ഫിഗർ ശ്രദ്ധിക്കുക. എയും ബിയും രണ്ട് ട്രയാങ്കിളാണ്. അത് ഒരു ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡാണ് എയും ബിയും. അത് നമ്മൾ സെയിം ഡയറക്ഷനിലാണ് പോയിരിക്കുന്നത്. അതായത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എൻ്റെയും ബിൻ്റെയും ഡയറക്ഷൻ നമ്മൾ കാണിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയും ബിയും എന്ന് പറയുന്ന രണ്ട് വെക്റ്ററുകളുടെ സം അഥവാ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് will be the third side of a triangle taken in the reverse order. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. If two vectors A and B are represented in magnitude and direction by the two adjacent sides of a triangle taken in the same order, then their resultant is the closing side of the triangle taken in the reverse order. Next is parallelogram law. അത് പറയുന്നത് if two vectors acting at a point is represented in magnitude and direction by two adjacent sides of a parallelogram. ഇത് നമ്മൾ ഒരു പാരലോഗ്രാം എന്താണെന്ന് അറിയാം. 4 സൈഡ്സ് ഉള്ള ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് രണ്ട് വെക്റ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഡയഗണലായിരിക്കും, പാസിംഗ് ഫ്രം ദ കോമൺ ടെയിൽ ഓഫ് ദ ടു വെക്റ്റേഴ്സ്. ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെയും കോമൺ ടെയിലിൽ നിന്ന് വരുന്ന ഡയഗണൽ സി ആയിരിക്കും ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് ഡയറക്ഷണൽ കൊസൈൻസ്? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ താഴത്തെ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. കൺസിഡർ ഒ എ എന്ന് പറയുന്ന ഒരു ക്യൂബ് ഉണ്ട്. ആദ്യം ഫസ്റ്റ് ഒരു ക്യൂബ് ഉണ്ട്. അതിൽ നമ്മൾ ഒ എ എന്ന് പറയുന്നൊരു ലെങ്ത്ത് കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ഒ എ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ഒറിജിൻ ഓഫ് ദ ആക്സിസ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് വൈ ഇസഡ് ആക്സിസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇനി നമ്മളത് അതിലൊരു ക്യൂബ് കൺസിഡർ ചെയ്യാണ്. ഒ എ എന്ന് പറയുന്ന ഒരു വെക്റ്റർ കടന്നു പോവുകയാണ്, വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ ഓഫ് ദ ആക്സിസ്. ഈ എക്സ് വൈ ഇസഡ് ആക്സിസിൻ്റെ ഒറിജിനിൽ കൂടെ ഒ എ എന്ന് പറയുന്ന ഒരു വെക്റ്റർ കടന്നു പോവുകയാണ്. ഒ എന്ന് പറയുന്ന വെക്റ്റർ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ, വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ, ആൻഡ് ഒ ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ ഗാമ വിത്ത് ഇസഡ് ആക്സിസ്. ഇപ്പോൾ നമ്മൾ 3D പിക്ചറായിട്ട് തന്നെ ഇമാജിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ മേക്ക് ചെയ്തു. ലെറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒ എ വെക്റ്റർ ഒ എ ബി ഡിനോട്ടഡ് ആസ് ആർ. അപ്പോൾ ആറാണ് നമ്മുടെ ഒ എ എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ്. In order to find the directional cosines of the vector OA with each axis, അപ്പം ഓരോ ആക്സിസുമായിട്ടും വെക്റ്റർ ഒ എ മേക്ക് ചെയ്യുന്ന അതിൻ്റെ ഡയറക്ഷണൽ കൊസൈൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വി ആർ ഡ്രോയിങ് എ പെർപെൻഡിക്കുലർ. ഓക്കെ, വി ആർ ഡ്രോയിങ് എ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിൻറ്റ് എ ടു ഈച്ച് ഓഫ് ദ ആക്സിസ്. അപ്പോൾ ഒ എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ എ എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്നും ഓരോ ആക്സിസിലോട്ടും നമ്മൾ ഡയറക്ഷണൽ കൊസൈൻസ് വരയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്നു. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിൻറ്റ് എ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് കൊസൈൻ കമ്പോണൻറ്റ്സ്. അപ്പോൾ ഈ പോയിൻറ്റ് എയുടെ കോർഡിനേറ്റ്സിനെ നമ്മൾ കൊസൈൻ കമ്പോണൻറ്റ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഒ എന്ന് പറയുന്ന വെക്റ്റർ വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ. അപ്പോൾ ആ മുകളിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നു. അത് നമ്മൾ സൈഡിൽ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫിഗർ ആകുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഒ എ മേക്കിംഗ് ആംഗിൾ വിത്ത് വൈ ആക്സിസ് ദാറ്റ് ഈസ് ബീറ്റ. ഒരു 90 ഡിഗ്രി ആംഗിളും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ കോസ് ബീറ്റ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഏതാ ഇവിടെ വരുന്നത്?
വൈ ആക്സിസ് ആണ് ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. അപ്പോൾ കോസ് ബീറ്റ ഈക്വൽ ടു വൈ ബൈ ഹൈപ്പട്ടൻയൂസ് ഈസ് ഒ എ, വെക്ടർ ഒ എ. വെക്ടർ ഒ എയുടെ മാഗ്നിറ്റ്യൂഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആറാണ്. സോ കോസ് ബീറ്റ ഈക്വൽ ടു വൈ ബൈ ആർ. സോ we can say y equal to r cos beta. Similarly നമ്മൾ ബാക്കി രണ്ട് സൈഡ്സും കൂടുമായിട്ട് ഒ എ മേക്ക് ചെയ്യുന്ന പെർപെൻഡിക്കുലർ വരച്ച് മേക്ക് ചെയ്യുന്ന രണ്ട് ട്രയാങ്കിൾ ഇതുപോലെ തന്നെ എഴുതുമ്പോൾ നമുക്ക് y x ഈക്വൽ ടു ആർ കോസ് ആൽഫ എന്നും y ഈക്വൽ ടു ആർ കോസ് ബീറ്റ z ഈക്വൽ ടു ആർ കോസ് ഗാമ എന്ന് കിട്ടും. ഇതിൽ നിന്ന് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, x ബൈ ആർ, y ബൈ ആർ, z ബൈ ആർ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഓൺ squaring and adding these we get cos square alpha plus cos square beta plus cos square gamma equal to 1 by r square into x square plus y square plus z square, that is equal to 1. അപ്പോൾ ഇതാണ് ഡയറക്ഷണൽ കോസൈൻസ്.